സ്ഫോടനം നടന്നിടത്ത് നിന്ന് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സംഘം 40-ലധികം സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതിൽ 2 തരം സ്ഫോടക വസ്തുക്കളും 9 മില്ലിമീറ്റർ കാലിബറുള്ള വെടിയുണ്ടകളടക്കം കാഡ്രിഡ്ജുകളും ഉണ്ടായിരുന്നു. അമോണിയം നൈട്രേറ്റ് മാത്രമാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചതെന്നാണ് ആദ്യം സംശയിച്ചിരുന്നത്. എന്നാൽ ട്രൈ അസറ്റോൺ ട്രൈപെറോക്സൈഡ് എന്ന രാസവസ്തു കൂടി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ. മദർ ഓഫ് സാത്താൻ എന്നറിയപ്പെടുന്ന ഈ സ്ഫോടക വസ്തു ചൂട് മൂലമോ ചെറിയ കർഷണം മൂലമോ പോലും ഡിറ്റണേറ്റർ ഇല്ലാതെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതാണ്. അതിനിടെ ഹരിയാന സ്വദേശിയായ വനിതാ ഡോക്ടറെ ജമ്മുകശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ പ്രിയങ്ക ശർമ്മയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവർ അനന്തനാഗിലെ സർക്കാർ മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണും സിം കാർഡും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഭീകര സംഘത്തിന് സഹായം നൽകിയവരെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിനിടെയാണ് ഡോക്ടർ ശർമ്മയുടെ പേര് ഉയർന്നു വന്നത്. സ്ഫോടനം നടത്തിയ ഉമർ നബി ഹവാല ഇടപാടിലൂടെ 20 ലക്ഷം രൂപ സ്വരൂപിച്ചെന്നും കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഹവാല ഇടപാടുകാരെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. ഇയാളുടെ സംഘത്തിൽ ചേർന്ന ആളുകളെ കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി.